ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതാകും ഈ തെരഞ്ഞെടുപ്പെന്നും സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു റോഡ് ഷോ പോലും നടത്താൻ LDF-ന് കഴിയാത്തത് പരാജയം മുന്നിൽ കണ്ടാണെന്നും വികസന കാര്യത്തിൽ മണ്ഡലത്തിൽ ഒരു പുകമറയാണ് വി അബ്ദുറഹ്മാൻ സൃഷ്ടിച്ചതെന്നും മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് കെ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. മന്ത്രിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതാകും ഈ തെരഞ്ഞെടുപ്പെന്നും വികസനവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ മന്ത്രി ഒരു പുകമറയാണ് സൃഷ്ടിച്ചതെന്നും നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. UDF-നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ ഈ മണ്ഡലത്തിൽ അഥവാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ ജയിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയണ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ മണ്ഡലത്തിലെ ഈ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ഒരു പുകമറ സൃഷ്ടിച്ചിരുന്നു. ആ പുകമറ തീർത്തും ഒരു ബലൂണാണെന്നുള്ളതും ആ ബലൂണ് ഒരു സൂചി കൊണ്ട് കുത്തിയാൽ പൊട്ടും എന്നുള്ളത് നമ്മൾ തെളിയിച്ച. കാരണം രേഖകൾ വസ്തുതകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ജനകീയ വിചാരണ യാത്ര നടത്തിയിട്ടുള്ളത്. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു റോഡ് ഷോ പോലും നടത്താൻ LDF-ന് ആയിട്ടില്ലെന്നും ഒരാൾ പോലും സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരാൾ പോലും നിൽക്കാനില്ല എന്നുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൻ്റെ ഏറ്റവും ഒരു പാർട്ടിയുടെ ഏറ്റവും 2 പ്രാവശ്യം അവർ ജയിച്ച ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് ഒരു റോഡ് ഷോ പോലും നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഒരു പാർട്ടിക്ക് സൃഷ്ടിക്കുക എന്നുള്ള എന്താണ് അതിൻ്റെ പ്രതിസന്ധി? മാത്രമല്ല, ഈ മലപ്പുറം ജില്ലയിലെ ഏക മന്ത്രി എന്ന് അവകാശപ്പെട്ട അല്ലെങ്കിൽ മന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വീണ്ടും ഒന്ന് മത്സരിക്കാൻ പോലുമില്ലാത്ത ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ഈ മണ്ഡലം നമ്മൾ UDF ജയിച്ചു കഴിഞ്ഞു. PK നവാസ് ഈ മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭ അസംബ്ലിയിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ LDF-ൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അനുഷ്ഠിച്ചത്. മണ്ഡലത്തിൽ UDF-ന്റെ വിജയം ഉറപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.